വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനേ ഇതിൽ നിന്ന് ഒരു പീസ് മതി കേട്ടോ. എളുപ്പത്തിൽ മാവൊന്നും കുഴക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ ഒരു ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാള തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണും, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്തെടുക്കാം. ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഇനി ഒരു 2 ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ അധികം മസാലകളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിക്കൻ മസാല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാലയും മുളക് പൊടിയും ഒക്കെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി വരണം. അപ്പോൾ ഇതുപോലെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് പൊരിച്ച ചിക്കനോ അല്ലെങ്കിൽ വേവിച്ച ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കനോ ആയാലും മതി കേട്ടോ. അതൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കനിലൊക്കെ മസാലയൊക്കെ എല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന് വേണ്ട ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡ് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു 10 സ്ലൈസും ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മളെടുക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പാനിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്നും കൂടെ അങ്ങ് പൊടിഞ്ഞിട്ട് വരും കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതുപോലെ ഒരു ചെറിയ പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി അതൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിന്ന് കുറച്ച് എടുത്തിട്ട് അതായത് ഒരു ഹാഫ് മതി കേട്ടോ. ഹാഫിലും കുറവ് മതി. നമ്മൾ ആ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അടിയുടെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടുള്ളത് ആക്കി കൊടുത്താൽ മതി. ഒരു തിന്നായിട്ടുള്ള ലെയറായിട്ട് മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സും കൂടെ ഇതുപോലെ ആ ഒരു മസാലയൊന്നും കാണാത്ത രീതിയിൽ തന്നെ ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതിൻ്റെ കുറച്ച് പീസുകൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അടിവശം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ടോ ഒന്നിങ്ങനെ സൈഡ് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വേറൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ്. അതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സൈഡ് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സൈഡ് ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അത്രയും കുക്കായാൽ മതി. പെട്ടെന്ന് തന്നെ ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്